ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ജേർണലിംഗ് ട്രിക്ക് നമ്മളെ ഇരട്ടി വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായും വിശ്വസിക്കണം. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശീലിച്ച ഒരു മെത്തേഡ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് തന്നെ ഈ ജേർണലിങ്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ വരുത്തി എഴുതാൻ തുടങ്ങിയത് മുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് വർക്കാവാനും എന്നെ അത് വളരെ പോസിറ്റീവ് ആക്കാനും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുകയും മാനിഫെസ്റ്റേഷൻ അങ്ങനെ എൻ്റെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി മാറാനും തുടങ്ങി. ഞാൻ ഡെയിലി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുകയും എൻ്റെ ചിന്താഗതിയൊക്കെ അടിമുടി മാറുകയും ഓരോ കാര്യങ്ങളും വ്യക്തത വരുത്തുകയും ആഗ്രഹങ്ങളെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ശീലിപ്പിച്ച ഒരു മാജിക്കൽ ജേർണലിംഗ് ട്രിക്ക് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം കുറേ കമൻസുകളിലൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നൊന്നും അറിയില്ല, എങ്ങനെ അത് ഫീൽ ചെയ്യണമെന്നും ഇമാജിൻ ചെയ്യണമെന്നൊന്നും അറിയില്ല എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ജേർണലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനിന് എന്താണ് റിയൽ, എന്താണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതെന്നൊന്നും വേർതിരിച്ചറിയാൻ സാധിക്കില്ല എന്ന ഒരു അടിസ്ഥാന തത്വമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു ന്യൂറോ സയൻസിന് അടിസ്ഥാനമായ ഒരു മെത്തേഡ് കൂടിയാണ്. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരാൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു നാരങ്ങ എടുത്ത് കത്തി ഉപയോഗിച്ച് രണ്ടായിട്ട് ഒന്ന് മുറിക്കുന്നു. അതിൽ നിന്നൊരു ഫ്രഷ് പീസ് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ നാവ് നീട്ടുന്നു, അത് സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നാരങ്ങയുടെ നീര് നിങ്ങളുടെ നാവിലേക്ക് എത്തിച്ചു തരുന്നു. ഇപ്പം നിങ്ങളുടെ നാവിൽ വെള്ളം വന്നോ? ഒരു ചെറിയൊരു പുളിപ്പൊക്കെ തോന്നിയിട്ടുണ്ടോ? ഓട്ടോമാറ്റിക്കലി അത് വരും അല്ലേ? ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ജേർണലിങ്ങിനും യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇനി മുതൽ ആഗ്രഹങ്ങൾ എഴുതി വെക്കണമെന്ന് തോന്നുമ്പോൾ, നിങ്ങൾ ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുകയും അത് സ്ക്രിപ്റ്റിംഗ് ചെയ്യണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതിനോടകം അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ അങ്ങ് ചിന്തിക്കുക. ആ രീതിയിൽ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്കിപ്പോൾ ഭാവിയിലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പോ അങ്ങനെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്യണം. ഇന്ന ഒരു കാര്യമാണ്, അത് എന്ത് ബിസിനസ് ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഭാവിയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ എഴുതാം? ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രീം ബിസിനസ് സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ വഴിയിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. യൂണിവേഴ്സ് എനിക്ക് നിരന്തരം തന്ന ഗൈഡൻസിന് ആത്മാർത്ഥമായ നന്ദി. ഇങ്ങനെ എഴുതുക. അതായത് നിങ്ങളതെങ്ങനെ വന്ന വഴികളെക്കൊക്കെ നിങ്ങളങ്ങ് നന്ദി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പം നിങ്ങൾക്കൊരു പ്രണയമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമൊത്തുള്ള ഒരു വിവാഹ ജീവിതമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന് സിംപിളി എഴുതുന്നതിന് പകരം, ഞങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി, ഞങ്ങളെ നോക്കി മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ഓരോരുത്തരും പറഞ്ഞത് എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ ഒരു കാഴ്ച, ആ ഒരു വാക്കുകൾ, അതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ ഒരു രീതിയിൽ എഴുതി ശീലിക്കാം. അതായത് ഓൾറെഡി ആ കാര്യം കഴിഞ്ഞു എന്നുള്ള റിയാലിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഫീൽ ചെയ്ത് അത് നമ്മൾ സ്ക്രിപ്റ്റാക്കി എഴുതി വയ്ക്കുകയാണ്. ആ ഒരു ശീലം നമ്മുടെ ബ്രെയിൻ അവിടെ ചിന്തിക്കുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഈ ഒരു കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു, അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. നമ്മൾ ഓരോ തവണയും ഇത് തന്നെയാണ് ആവർത്തിച്ച് വായിക്കുന്നതും അതിനെയാണ് ഫീൽ ചെയ്യുന്നതും പിന്നീട് അതിന് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ചിന്തകളായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്.
അത് നമ്മളുടെ ബോഡി അതിനെ അങ്ങ് നോർമലൈസ് ചെയ്യുകയും ആ ഒരു വിശ്വാസം നമ്മളിൽ ശക്തമാക്കുകയും അതിന് എങ്ങനെ നടക്കും എന്നൊക്കെയുള്ള ചിന്തകളും ആകുലതകളും ഒന്നും പിന്നീട് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ശക്തമായ സിഗ്നൽസും നമുക്ക് ലഭിച്ചു തുടങ്ങും. അതിനി എന്ത് തന്നെയാണെങ്കിലും അതിനെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൂടെ ഇങ്ങനെ വന്നു തുടങ്ങും. നിങ്ങൾക്കും ഈ ഒരു കാര്യം, ഈ ഒരു ട്രിക്ക് വളരെ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കാം. ചിലപ്പോൾ ആദ്യം ഒരു തമാശയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇത് നൽകുന്ന ഒരു മിറാക്കിൾ എഫക്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങളെയും അത്ഭുതപ്പെടുത്തി തുടങ്ങും. കാരണം എൻ്റെ ലൈഫ് തന്നെയാണ് അതിന് എക്സാമ്പിൾ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. നിങ്ങൾ ഓൾറെഡി അത് നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ, ഇത്തരം വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി, ബൈ.